ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പൂർണ്ണമായും സഹകരിച്ച് സർക്കാരും ഗവർണറും. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകൾക്ക് പിന്നാലെ മറ്റിടങ്ങളിലും സ്ഥിരം VC നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ധാരണയായി. സമവായത്തെ ന്യായീകരിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്തെത്തിയപ്പോൾ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. സംസ്ഥാനത്തെ മറ്റ് യൂണിവേഴ്സിറ്റികളിലെ VC നിയമനങ്ങളിലും പരസ്പരം സഹകരിച്ചു പോകാനാണ് ലോക് ഭവന്റെയും സർക്കാരിന്റെയും തീരുമാനം. ഇതുപ്രകാരം കാലിക്കറ്റ് സർവകലാശാലയിൽ നടപടികൾ ആരംഭിച്ചു. ഇന്ന് ചേർന്ന അടിയന്തര സെനറ്റ് യോഗത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാല നോമിനിയെ തീരുമാനിച്ചു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ ഡോക്ടർ രാംകുമാറിനെയാണ് തെരഞ്ഞെടുത്തത്. നിലവിൽ ഗവർണർ നിയമിച്ച VC-മാരോടും സർക്കാരിനോട് സഹകരിക്കണമെന്ന് ലോക് ഭവൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ സിസ തോമസ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ടത്. കേരള VC മോഹനൻ കുന്നുമ്മലിനോടും മന്ത്രിയെ കാണാൻ ചാൻസലർ നിർദ്ദേശിച്ചു. സർക്കാരും ഗവർണറും തമ്മിലെ ഒത്തുതീർപ്പ് ജനങ്ങളെ പരിഹസിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒത്തുതീർപ്പ് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഘട്ടത്തിലാണ് ഗവർണറുമായി ഇപ്പോൾ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി. VC നിയമനത്തിൽ CPM-ൽ ഭിന്നതയില്ലെന്ന് LDF കൺവീനർ. സുപ്രീം കോടതി പരസ്പര അഭിപ്രായ സമന്വയം ഉണ്ടാക്കണം എന്നുള്ള ഒരു നിലപാട് സുപ്രീം കോടതി മുമ്പോട്ട് വെച്ചു. അതിലെല്ലാം അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ്. അതിന്റെ അകത്ത് ഒരു ഭിന്നതയോ അതുപോലുള്ള പ്രശ്നങ്ങളോ. അതേസമയം തർക്കം അവസാനിപ്പിച്ച യോജിപ്പിലെത്തിയെന്ന ഗവർണറും സർക്കാരും സുപ്രീം കോടതിയെ അറിയിച്ചു. സന്തോഷമെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം. ഒരു കാപ്പി കുടിച്ച് പ്രശ്നങ്ങൾ തീർക്കൂ എന്ന് പറഞ്ഞ കോടതി നിയമനം യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാകണമെന്നും നിർദ്ദേശിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.